ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓട്ടോ ആൻഡ് ട്രാവൽ ക്ലബ്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന വാഹനമാണ്. ഇതിന്റെ സെക്കൻഡ് ബേസ് വേരിയന്റ് ആണ്, അതായത് ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഈ ഒരു കാണുന്ന വേരിയന്റ്. ഇതിൽ നമുക്ക് എടുത്തു പറയാനുള്ള കുറേ ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് ബേസ് വേരിയന്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. അത് ഒരു ബൈ ഫങ്ഷണൽ രീതിയിലാണ്, അതായത് ഡിമ്മും ബ്രൈറ്റും അതിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ടേൺ ഇൻഡിക്കേറ്റർ ആണ്. അത് നമുക്ക് ഈ ഒരു ലൈറ്റ് സെക്ഷനിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രിൽ സെക്ഷനിലേക്ക് പോകുന്ന ടൈമിന് വലിയ രീതിയിലുള്ള ഒരു ഗ്രിൽ സെക്ഷൻ ആണ് നൽകിയിട്ടുള്ളത്. ക്രോമിന്റെ എലിമെന്റ് വലിയ രീതിയിൽ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം. അതിൽ തന്നെയാണ് അതൊരു എന്താ പറയുക പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രിൽ സെക്ഷൻ ഒക്കെ വരുന്നത്. ആ ഒരു ക്രോമിയം പ്ലേറ്റ് വലിയ രീതിയിൽ തന്നെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ താഴെ വരുന്ന സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളും സിൽവർ ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഒരു വലിയ വാഹനം, അതായത് ഒരു സി സെഗ്മെന്റ് SUV സെഗ്മെന്റിൽ വരുന്ന വാഹനമായതുകൊണ്ട് ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന ടൈമിന് 4345 മില്ലിമീറ്റർ ആണ് വാഹനത്തിന്റെ ലെങ്ത് വരുന്നത്. അതിൽ ഇതിന്റെ ഒരു ടയർ സെക്ഷനിലേക്ക് പോകുന്ന ടൈമിന് R17 ടയർ ആണ് നൽകിയിട്ടുള്ളത്. അത് 215/60 R17 ടയർ നൽകിയിട്ടുണ്ട്. അത് ഈ ഒരു വേരിയന്റും ഇതിന്റെ താഴത്ത് വരുന്ന വേരിയന്റും, അതായത് ഡെൽറ്റയും സിഗ്മ എന്ന് പറയുന്ന വേരിയന്റിലും നമുക്ക് ബേസ് വേരിയൻസ് ആണ്. അതിൽ രണ്ടിലും നമുക്ക് വരുന്നത് സ്റ്റീൽ വീലാണ്. ഇതിന്റെ മുകളിൽ വരുന്ന മറ്റുള്ള വേരിയൻസിലെല്ലാം അലോയ് വീലാണ് വരുന്നത്. ഇനിയിപ്പോൾ വീൽ ബേസ് എടുക്കുകയാണെങ്കിൽ 2600 മില്ലിമീറ്റർ ആണ് വാഹനത്തിന്റെ വീൽ ബേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നർ സ്പേസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. ഒരു സി സെഗ്മെന്റ് കോമ്പാക്ട് SUV എന്ന് പറയാം, ആ ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ SUV സെഗ്മെന്റിൽ വരുന്ന വാഹനമായതുകൊണ്ട് ആ ഒരു വീൽ ബേസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇൻസൈഡിൽ നല്ലൊരു സ്പേസ് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് പോകുന്ന ടൈമിന് ഈ ഒരു ORVMന്റെ മുകളിൽ ടേൺ ഇൻഡിക്കേറ്റർ കാണാം. ബോഡി കളേർഡ് ആയിട്ടുള്ള ബോഡി കളേർഡ് ആയിട്ടുള്ള സൈഡ് ORVM ആണ് നൽകിയിട്ടുള്ളത്. അതിൽ ടേൺ ഇൻഡിക്കേറ്റർ LED സെക്ഷനിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഡോർ ഹാൻഡിൽ ഇവിടെ നമുക്ക് റിക്വസ്റ്റ് സെൻസർ എന്നുള്ള രീതിയിൽ ആ ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഒരു ക്രോം ഫിനിഷ് ആണ്, അതിൽ ആക്സസറിയിൽ ചെയ്തതാണ്. പിന്നെ ഇതിന്റെ താഴെയുള്ള ഈ ഒരു സെക്ഷനൊക്കെ ആക്സസറിയിൽ വരുന്നതാണ്. മുകളിലായിട്ട് നമുക്കൊരു റൂഫ് റെയിൽ കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വേരിയന്റിലും നമുക്ക് സൺറൂഫും കാര്യങ്ങളൊന്നുമില്ല. അത്രയാണ് ഈ ഒരു സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയാനുള്ളത്. സി പില്ലറിലേക്കെല്ലാം നോക്കുന്ന ടൈമിന് ചെറിയൊരു ഗ്ലാസ് പോർഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. വലിയൊരു വാഹനം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വരാനിരിക്കുന്ന രീതിയിലാണ് അങ്ങനെ കൊടുത്തത്. ഒരു 5 സീറ്റർ വാഹനമാണെങ്കിൽ പോലും ആ ഒരു കാര്യം ഒരു ക്രമീകരിച്ചിട്ടാണുള്ളത്. ഇവിടെയൊക്കെ ഒരു മറ്റൊരു കളർ, ഒരു അലൂമിനിയം ഫിനിഷുള്ള കളറൊക്കെ കാണാൻ സാധിക്കും. റിയർ സെക്ഷനിലേക്ക് പോകുമ്പോൾ വലിയൊരു LED ടെയിൽ ലാമ്പാണ് വരുന്നത്. കണക്റ്റഡ് അല്ല, ഇവിടെ നടുവിലായിട്ട് സുസുക്കി എന്നുള്ള അവിടെ ഒരു ലോഗോ വരുന്നതുകൊണ്ട് കണക്റ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് ആ ഒരു ടെയിൽ ലാമ്പ് സെക്ഷൻ വരുന്നത്. LED ടെയിൽ ലാമ്പാണ്. നമ്മൾ ബേസ് വേരിയന്റിൽ പോലും നമുക്ക് ഇതേ ടെയിൽ ലാമ്പ് സെക്ഷൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിന്റെ താഴെ ഇവിടെയായിട്ടാണ് നമുക്ക് ടേൺ ഇൻ ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് ലൈറ്റും അതേപോലെ തന്നെ റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ അവിടെയാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സെക്ഷൻ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്മോക്ക് ഫിനിഷ് എന്നൊക്കെ പറയാം, ആ രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്കൊരു ക്രോം എലിമെന്റ് വരുന്നുണ്ട്. പിന്നെ ഇതും ഇതിന്റെ താഴെയുള്ള വേരിയൻസിൽ നമുക്ക് എന്തില്ല, അതായത് റിയർ വൈപ്പർ ഇല്ല. പക്ഷെ ഇതിൽ ഡീഫോഗർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്പോയിലർ ഉണ്ട്. അതിൽ ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് ഷാർക്ക് ഫിൻ ആന്റിനിയും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്രാൻഡ് വിറ്റാര എന്നുള്ള ആ ഒരു നെയിമിങ് ഇവിടെ കൊടുത്തത് കാണാം. പക്ഷെ ഇതിൽ വാഹനത്തിന്റെ വേരിയന്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതും മറ്റൊരു കാര്യമായിട്ട് നമുക്കറിയാം. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് ലഗേജ് ഒക്കെ കയറുന്ന ടൈമിന് ഇവിടെ നമുക്ക് സ്ക്രാച്ചസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ആ രീതിയിലാണ്. അവിടെ ഒരു സിൽവർ പ്ലേറ്റ് എന്നുള്ള രീതിയിൽ നൽകിയിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് സെൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 സെൻസർ വരുന്നുണ്ട്. 4 എന്ന് പറയുമ്പോൾ ഒന്ന് കോർണറിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് വലിയൊരു യൂസ്ഫുൾ കാര്യമായിരിക്കും. പിന്നെ താഴത്തുള്ള സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് അതൊക്കെ വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ ആണ്. അതിന്റെ ഒരു ബാഡ്ജിങ്ങും ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് ക്യാമറന്റെ എലിമെന്റ് വരുന്നുണ്ട്. അതായത് ഈ ഒരു വേരിയന്റ് ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അതും ഒരു നല്ലൊരു ഫീച്ചറാണ്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് കാണാം. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് സ്പേസ് നോക്കുന്ന ടൈമിന് 373 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. വിശാലമായ സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഹാങ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ലാമ്പും അതേപോലെ തന്നെ ഇവിടെ 12 വോൾട്ടിന്റെ ചാർജിങ് വരുന്നുണ്ട്. 12 വോൾട്ട് അല്ല 120 എന്നാണ് അവിടെ കാണിക്കുന്നത്.
എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല രീതിയിലുള്ള പവറൊക്കെ കൊടുക്കാനുള്ള രീതിയിൽ അത് സഹായിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് പറയാം. 60-40 സ്പ്ലിറ്റിംഗ് വരുന്നുണ്ട്, പാർസൽ ട്രേ കാര്യങ്ങൾ വരുന്നുണ്ട്, നല്ല സ്പേസ് നമുക്ക് ബാക്ക് റിയർ സൈഡിൽ വരുന്നുണ്ട്. അത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കാം. ഫസ്റ്റ് നമുക്ക് സ്റ്റിയറിംഗ് വീൽ തുടങ്ങാം. ഒരു ഇലക്ട്രിക് സ്റ്റിയറിംഗ് എന്നല്ല, ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്ന പവർ സ്റ്റിയറിംഗ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. ആ രീതിയിലാണ് സ്റ്റിയറിംഗ് വീല് വരുന്നത്. 3 സ്പോക്ക് ആയിട്ടാണ് സ്റ്റിയറിംഗ് വീല് വരുന്നത്. അലുമിനിയം ഫിനിഷും അതേപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ഉണ്ട്. ഈ ഒരു റൈറ്റ് സൈഡിൽ വരുമ്പോൾ ക്രൂയിസ് കൺട്രോളിന്റെ കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് സുസുക്കി ലോഗോ കാണാം. ഈ ഒരു ടൈപ്പ് ഹോൺ നൽകിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് മോഡ് സെലക്ഷന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് കോളിന്റെ ലോഗ്, അതായത് വോയിസ് കമാൻഡിങ്, കോൾ ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്, അതിന്റെ ഒരു കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇത് മാനുവൽ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. പിന്നെ ഈ ഒരു സൈഡിൽ ലാമ്പിന്റെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ നമുക്ക് വൈപ്പറിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ഏറ്റവും ബേസായ സിഗ്മ വേരിയന്റിൽ പോലും നമുക്ക് പുഷ് ബട്ടൺ, അതായത് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. അതൊരു മികച്ച ഫീച്ചറാണ്. ബേസ് വേരിയന്റിൽ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നല്ലതാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. സിഗ്മയിൽ നിന്ന് ഡെൽറ്റയിലേക്ക് വന്നപ്പോൾ മെയിനായിട്ട് വന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാനുള്ളത്, ഒന്ന് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ആഡ് ഓൺ ഉണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ പാഡൽ ഷിഫ്റ്റർ ഓട്ടോമാറ്റിക്കലുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ടച്ച് സ്ക്രീൻ അവൈലബിൾ ആണ്. ഈ ഒരു ടച്ച് സ്ക്രീന് നമുക്ക് ഈ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ വരുന്നതാണ്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൽ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഇത്. ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ, മ്യൂസിക് സിസ്റ്റവും ഇതിൽ തന്നെ ഡെൽറ്റയിൽ നമുക്ക് 4 സ്പീക്കർ എന്നുള്ള രീതിയിൽ അതും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഡ്രൈവർ അതായത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് പോകുന്ന ടൈമിന് ലെഫ്റ്റ് സൈഡിലായിട്ട് RPM മീറ്ററും ടെമ്പറേച്ചർ ഗേജൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഫ്യൂൽ ഗേജും അതേപോലെ തന്നെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നടുവിലായിട്ട് ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. ഇതിലിപ്പോൾ ഏവറേജ് ഫ്യൂൽ എക്കണോമിക് 16 km/ലിറ്റർ ആണ് കാണിക്കുന്നത്. പിന്നെ അതിൽ തന്നെ നമുക്ക് അതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഫീച്ചേഴ്സ് എന്ന് പറയാനുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള ടൈം, പിന്നെ വണ്ടിയുടെ മോഷൻ, ഫ്രണ്ടിലെ കാര്യം, ടോർക്ക്, പവർ, ആക്സലറേഷൻ, ബ്രേക്കിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ഇതുണ്ടല്ലോ നമ്മളെ സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ടല്ലോ, അതിന്റെ മോട്ടോറിന്റെ, അതായത് മോട്ടോറും ബാറ്ററിന്റെയും പവർ കാര്യങ്ങളും എഞ്ചിന്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെയും ഉണ്ട് ഒരു നോബ്. ഇതിൽ പ്രസ് ചെയ്യുന്ന ടൈമിന് നമുക്ക് ഏവറേജ് ഫ്യൂൽ എഫിഷ്യൻസിയും ടോട്ടൽ കിലോമീറ്ററും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചേഞ്ചിങ്ങിൽ കാണുന്നത്. അത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇനിയിപ്പോൾ ഡാഷ്ബോർഡ് കാര്യങ്ങളിലേക്ക് പോകുന്ന ടൈമിന് ഡുവൽ ടോൺ കളർ കോമ്പിനേഷനിലാണ് ഡാഷ്ബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ട് പലതരം ടെക്സ്ചർ എലിമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഡുവൽ ടോണിനൊക്കെ കുറെ കളർ കൊടുക്കുന്നുണ്ട്. ഡുവൽ ടോൺ മാത്രമല്ല, ഇപ്പം ബ്ലാക്ക് ഉണ്ട്, ഇവിടെ ഒരു വുഡൻ ഡിസൈൻ ഉണ്ട്, മറ്റൊരു ഡിസൈൻ. പിന്നെ ഇവിടെ ഫുള്ള് ഗ്ലൗ ബോക്സ്, എല്ലാം നമുക്ക് ജസ്റ്റ് ഗ്ലൗ ബോക്സ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഡോറിന്റെ സെഗ്മെന്റിൽ വരുമ്പോൾ പോക്കറ്റ് ഹോൾഡർ, കപ്പ് ഹോൾഡർ, ന്യൂസ് പേപ്പർ ഒക്കെ ആണ് സ്പേസ് എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വരുമ്പോൾ ഇതിന്റെ സീറ്റ് കവർ ഒരു കസ്റ്റമൈസ് ചെയ്തൊരു സീറ്റ് കവറാണ്. പക്ഷെങ്കിലും ഒരു സീറ്റിന്റെ ഡിസൈൻ ഒക്കെ നോക്കുന്ന ടൈമിന് നമുക്ക് നല്ല തൈ സപ്പോർട്ടും ഷോൾഡർ സപ്പോർട്ടൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ല സീറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ബേസ് വേരിയന്റിൽ പോലും നമുക്ക് ഇവിടെ ഹാൻഡ് റെസ്റ്റും അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ 2 ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഹാൻഡ് ബ്രേക്കിന്റെ ഭാഗമാണ് ഇത്. പിന്നെ കീ വെക്കാനുള്ള സ്പേസ് ആണ്. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം, ഇതൊരു വലിയ വണ്ടിയാണ്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള ഒരു വണ്ടിയാണ്. പക്ഷെ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിരുന്നെങ്കിൽ തോന്നിക്കുന്നുണ്ട്. ഒരു പെർഫോമൻസ് ഡ്രൈവിങ്ങിന് ഓടിക്കുന്ന ടൈമിൽ അത് ഓരോരുത്തര കാര്യങ്ങളാണ്, അത് നമുക്ക് അതിലേക്ക് പോകുമ്പോൾ പറയാം. ഇനിയിപ്പോൾ ഇവിടെ റിവേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാം. ഇനിയിപ്പോൾ ഇവിടെ ഒരു ലെതർ ഫിനിഷ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ 12 വാട്ടിന്റെ ഒരു ചാർജിങ്ങും ഇവിടെയും ഒരു USB ചാർജിങ്ങും സ്പൂണൊക്കെ ഉള്ള സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ AC-ന്റെ കാര്യങ്ങൾ, ബേസ് വേരിയന്റിൽ പോലും നമുക്ക് ഓട്ടോ AC കാര്യങ്ങൾ വരുന്നുണ്ട്. ബ്ലോവറിന്റെ സ്പീഡ് കുറക്കാനും കൂട്ടാനുള്ള ഭാഗമാണ്. AC-ന്റെ ടെമ്പറേച്ചർ കൺട്രോളിംഗ് ആണ്. അതിന്റെ ഒരു ചെറിയ സ്ക്രീനിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ ആ ഒരു സ്വിച്ചും, ഇവിടെ ട്രാക്ഷൻ ഓഫിന്റെ കാര്യങ്ങളാണ്. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. AC-ന്റെ വെന്റും കാര്യങ്ങളൊക്കെ ഒരു അലുമിനിയം ഫിനിഷുള്ള രീതി കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലാമ്പിന്റെ ബട്ടണാണ്. IRVM, ഇവിടെ ഒരു ലാമ്പിന്റെ സെക്ഷൻ ഉണ്ട്. പിന്നെ വാനിറ്റി മിറർ കാര്യങ്ങൾ, സൺവൈസറിൽ 2 ഇതിലും വാനിറ്റി മിറർ വരുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് കീ ആണ് വരുന്നത്. ഒരു സിമ്പിൾ കീ ആണ്. സുസുക്കിൻ്റെ ലോഗോ കാര്യങ്ങൾ, ലോക്ക് അൺലോക്ക് മാത്രമാണ് കീയിൽ വരുന്നത്. ഡോറിന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന ടൈമിന് ഒരു ഡുവൽ ടോൺ കളർ തന്നെയാണ് ഇതിലും നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ക്രോമിന്റെ ഒരു ഭാഗമുണ്ട്. ലോക്ക് അൺലോക്ക് ഇങ്ങനെയാണ്. ഈ ഒരു ഭാഗം നമുക്ക് അല്ലെങ്കിൽ മാനുവലി ഇങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ORVM-ന്റെ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇതിന്റെ കീയിൽ നമുക്ക് ഓട്ടോ ഫോൾഡിങ് ഇല്ല, അതായത് ORVM. ഇവിടെ ഞാൻ ഇപ്പൊ പ്രസ് ചെയ്യുന്ന ടൈമിന് കണ്ടോ, ഓട്ടോ ഫോൾഡിങ്ങും
അതേപോലെ തന്നെ ഓട്ടോ ഓപ്പണിങ്ങും നമുക്ക് ഈ ഒരു ബട്ടണിൽ വരുന്നുണ്ട്. അതും നല്ലൊരു ഫീച്ചറാണ്. ഈ ഒരു വേരിയന്റിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ഓട്ടോ, അതായത് ഈ ഒരു ഗ്ലാസ് നമുക്ക് ഓട്ടോ ആയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. മറ്റുള്ള പവർ വിൻഡോസിന്റെ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ക്ലോത്ത് ടെക്സ്ചറുള്ള ഫിനിഷാണ് വരുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന ടൈമിന് ഇവിടെ ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ സ്പീക്കർ സിസ്റ്റത്തിന്റെ ഉണ്ട്. ഇനിയിപ്പോൾ ഇൻസൈഡിൽ ഇവിടത്തേക്ക് പോകുന്ന ടൈമിന് ബൂട്ടല്ല, നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചും ഇത് നമ്മളെ ഫ്യൂവൽ ഇൻലെറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചാണ് ഇവിടെ വരുന്നത്. അത്രയും കാര്യമാണ് ഫ്രണ്ടിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് റിയർ സൈഡിലുള്ള സ്പേസ് കാര്യങ്ങളൊന്ന് നോക്കാം. നല്ല സ്പേസ് ഉണ്ട് നമുക്ക് വാഹനത്തിന്റെ ഇന്റീരിയർ സൈഡിൽ. റിയർ AC കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതിന്റെ വെന്റും കാര്യങ്ങളും. നമുക്ക് ഇതിനൊരു നോബ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചാർജിങ് വരുന്നുണ്ട്. USB ഫാസ്റ്റ് ചാർജിങ് എന്നുള്ള രീതിയിൽ 2 രീതിയിൽ ചാർജിങ് വരുന്നുണ്ട്. അതിന്റെ താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഇതിന്റെ സെൻട്രൽ ടണൽ, അതായത് ഈ ഒരു ഭാഗം ഉയർന്നിട്ടാണ് നിൽക്കുന്നത് എന്നല്ല. അപ്പോൾ നടുവിലിരിക്കുന്ന ആൾക്ക് മുട്ട് തട്ടാനൊക്കെ ഉള്ളൊരു സാധ്യത ചിലപ്പോൾ ഉണ്ടാവാം. അത് ഒരു കാര്യമായിട്ട് തോന്നി. മറ്റുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നല്ല സ്പേസ് ഉണ്ട്. അതായത് നമുക്ക് നല്ല തൈ സപ്പോർട്ടൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സീറ്റ് തന്നെയാണ് വരുന്നത്. 2600 വീൽ ബേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇതിൽ തന്നെ അത് ഇവിടെ ജസ്റ്റ് കുടുക്കിയിട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3 ഹെഡിനും ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മാപ്പ്, ലാമ്പ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചൈൽഡ് ആങ്കറേജ്, ഐസോഫിക്സ് കണക്ട് ചെയ്യാനുള്ള ഭാഗങ്ങളും. പിന്നെ ഡോറിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് വേണമെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ടിലോട്ട് സ്ലൈഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രീതിയിലാണ് വരുന്നത്. എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിന് എന്തിനോ വേണ്ടി തുറന്നിട്ട പോലെ കുറേ സ്ഥലങ്ങൾ വേക്കൻ്റായി കിടക്കുന്നത് കാണാം. പിന്നെ ഇവിടേക്ക് ഒരു ക്ലോത്തിങ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചൂട് മുകളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇനിയിപ്പോൾ വണ്ടിയുടെ ഓവറോൾ നോക്കുമ്പോൾ ഒരു 13 ലക്ഷത്തിൽ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വാഹനമാണ് ഈ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുമ്പോൾ. അതിൽ സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നൊക്കെ പറയുന്ന വേരിയൻസ് ആണ് നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്നത്. അതിൻ്റെ മുകളിലും വേരിയൻസ് ഉണ്ട്. സീറ്റ പ്ലസ്, ആൽഫ പ്ലസ് ഒക്കെ വരുമ്പോൾ ഇൻ്റലിജൻസ് ഇലക്ട്രിക് ഹൈബ്രിഡിൽ വരുന്ന വാഹനമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മൈലേജൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയുള്ള വാഹനം ആയതുകൊണ്ട് അതിൻ്റെ മൈലേജ് കാര്യങ്ങൾ വരുമ്പോൾ 21 km/ലിറ്ററാണ് മാനുവൽ മൈലേജ് കമ്പനി പറയുന്നത്. പിന്നെ 20.58 km/ലിറ്റർ ഓട്ടോമാറ്റിക്കിനും പറയുന്നുണ്ട്. ഇതിൽ വരുമ്പോൾ ഒരു 1500 cc പെട്രോൾ എഞ്ചിനാണ് നൽകിയിട്ടുള്ളത്. അത് 103 PS ആണ്. അത് 6000 RPM മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ 136.8 Nm ടോർക്ക് 4400 RPM പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഈ ഒരു വാഹനം നമുക്ക് 5 സ്പീഡ് മാനുവലും അതേപോലെ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കിലാണ് അവൈലബിൾ ഉള്ളത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കും അതേപോലെ തന്നെ റിയർ സൈഡിലും ഡിസ്ക് ബ്രേക്കിന് വരുന്നത്. ഫ്രണ്ടിൽ വരുമ്പോൾ വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കും പിന്നെ റിയർ സൈഡിൽ സോളിഡ് ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 45 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുന്നതിന് പകരം കമൻറ്റ് സെക്ഷനിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാം.